തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രചാരവേല നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് എന്താണ് UDFന്റെ കാഴ്ചപ്പാട്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ജാതി മത അടിസ്ഥാനത്തിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ രാജ്യത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം എന്നീ തത്വങ്ങൾ BJP ഭരണത്തിൽ എങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വിജയം നൽകണമെന്ന് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യ നിലനിൽക്കൂ എന്നായിരുന്നു LDFന്റെ പ്രചരണത്തിന്റെ കാതൽ. അതിന് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറഞ്ഞു. 2004-2014 വരെ UPA ഗവൺമെന്റിന്റെ കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2004 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായി ഒരു ധാരണയുണ്ടായിരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ UPA എന്ന സംവിധാനമില്ല, അതെല്ലാം പിന്നീടുണ്ടായതാണ്. ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ അടുത്ത കാലത്തുണ്ടായതാണ്. കോൺഗ്രസുമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം അന്ന് 64 MPമാരെ വിജയിപ്പിച്ചത്. അതിൽ 43 പേർ CPIMകാരായിരുന്നു. CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികൾക്കും MPമാരുണ്ടായിരുന്നു. അങ്ങനെയാണ് 64. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ശക്തികളുമായി, പാർട്ടികളുമായി കൂടിയാലോചന നടത്തി BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഉണ്ടാക്കേണ്ട സംവിധാനം എന്താണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ നേതാക്കന്മാരിൽ അന്ന് പ്രമുഖനായിരുന്നത് സുർജിത്താണ്, ഹർകിഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹമായിരുന്നു CPIM ജനറൽ സെക്രട്ടറി. ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ശ്രീമതി സോണിയാഗാന്ധി സുർജിത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് മുതലാണ്. അതിനുശേഷമാണ് ഐക്യ പുരോഗമന സഖ്യം, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന പേരിലുള്ള UPA രൂപംകൊള്ളാനിടയാവുന്നത്. ആ നിലയിൽ മുന്നണി രൂപീകരിച്ചു. BJPക്കാണെങ്കിൽ അന്ന് ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞില്ല. 1998 മുതൽ 2004 വരെ ഇന്ത്യ ഭരിച്ചത് BJP ഗവൺമെന്റ് ആണെന്നത് മറന്നുപോകരുത്. പലപ്പോഴും മോദി ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഇന്ത്യയിൽ ആദ്യത്തെ BJP ഗവൺമെന്റ് എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കെല്ലാം ഉണ്ട്. 1998 വാജ്പേയി പ്രധാനമന്ത്രിയായി ഗവൺമെന്റ് ഉണ്ടായി. ആ സർക്കാരിന് ജയലളിത പിന്തുണ പിൻവലിച്ചപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. വീണ്ടും അവർക്ക് തന്നെ അധികാരം കിട്ടി, കോൺഗ്രസ് തകർത്തിരുന്നു. 2004 വരെ ആ ഭരണം നിലനിന്നു. 98 മുതൽ 2004 വരെ, 99 മുതൽ 2004 വരെ തുടർച്ചയായ 5 കൊല്ലം. ആ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അന്ന് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം ഇന്നത്തേതുപോലെ ദുർബലമായിരുന്നില്ല, ശക്തമായിരുന്നു. ത്രിപുരയിലെ 2 സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടുന്ന സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 സീറ്റും LDF ജയിച്ചത്. കോൺഗ്രസിന് ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന് 1 സീറ്റ് പൊന്നാനിയിൽ ലഭിച്ചു. ഇന്നത്തെ മലപ്പുറം മഞ്ചേരി എന്ന പേരിലുള്ളൊരു മണ്ഡലമായിരുന്നു. ഇന്നത്തെ മലപ്പുറമല്ല, അന്നത്തെ മഞ്ചേരിയിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും കുന്നമംഗലവും ഉൾക്കൊള്ളുമായിരുന്നു. ആ മണ്ഡലം LDF ആണ് ജയിച്ചത്. TK ഹംസ അന്നവിടെ ജയിച്ചു. 1 സീറ്റ്
NDA പിന്തുണ നൽകിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണെന്ന് കിട്ടിയത്, PC തോമസ്. കോൺഗ്രസുമായി ഏറ്റുമുട്ടി കോൺഗ്രസിനെ തോൽപ്പിച്ച് ജയിച്ചുപോയ ഇടതുപക്ഷ MP-മാരാണ് കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. വർഗീയതയെ ഒഴിച്ചു നിർത്താൻ. അങ്ങനെയാണ് UPA ഗവൺമെന്റ് വന്നത്. ഒന്നാം UPA ഗവൺമെന്റ് ഐക്യത്തോടെ പ്രവർത്തിച്ചത്. ഈ രാഷ്ട്രീയം കോൺഗ്രസിന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് വളരെയേറെ ദുർബലമായി. 2004 കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്, വളരെ ദുർബലമായി. ഈ വലിയ രാജ്യത്ത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് സ്വന്തമായി ഗവൺമെന്റ് ഉള്ളത്: കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. കോൺഗ്രസ് MLA-മാർ കാലുമാറാൻ കാത്തിരിക്കുന്നു എന്നാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഏത് നിമിഷവും ഗവൺമെന്റ് മറിഞ്ഞു വീഴാം. ഇതാണ് ഹിമാചൽ പ്രദേശിന്റെ അവസ്ഥ. ആ ഹിമാചൽ പ്രദേശിൽ ഒരു രാജ്യസഭാ സീറ്റാണുള്ളത്. കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു 2 മാസം മുമ്പ്, ലോക്സഭാ ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. കോൺഗ്രസിന് ഒരാളെ ജയിപ്പിക്കാനുള്ള വോട്ടുണ്ടായിരുന്നു. ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണല്ലോ അവരുടെ ഗവൺമെന്റ് വന്നത്. അവരുടെ ഭൂരിപക്ഷം MLA-മാർ വോട്ട് ചെയ്താൽ ഒരാൾ ജയിക്കും. പാർലമെന്റിലെ നിലവിലുള്ള മെമ്പറായിരുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി എന്നയാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. അദ്ദേഹം സിറ്റിംഗ് മെമ്പറായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നേരിട്ട് മനസ്സിലാക്കിയ ആളാണ്. സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രമുഖരായ വക്കീൽമാരിൽ ഒരാളാണ്. നിർണായകമായ ചർച്ചകളിൽ, ഭരണഘടനാ സംബന്ധമായ ചർച്ചകൾ, നിയമപ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മികച്ച നിലയിൽ അദ്ദേഹം അതിലിടപെട്ട് സംസാരിക്കുമായിരുന്നു. കോൺഗ്രസിന് വേണ്ടിയാണെങ്കിലും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനും നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ എല്ലാവരും അംഗീകരിച്ചു. അത്രയും പ്രഗത്ഭനായ മെമ്പറാണ് കാലാവധി കഴിഞ്ഞ് വീണ്ടും മത്സരിക്കുന്നത്. കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചു. ജയിക്കാൻ വോട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് BJP-യാണ്. 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി. പിറ്റേ ദിവസം വോട്ടെണ്ണി ഫലം വന്ന ദിവസം അദ്ദേഹത്തിന്റെ എക്സ് പേജിൽ, എക്സ് എന്ന് പറഞ്ഞാൽ പഴയ ട്വിറ്റർ, എക്സ് പേജിൽ എഴുതി, ഇലക്ട്രോണിക് പേജിൽ എഴുതി, തലേ ദിവസം എന്നോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ, പിറ്റേ ദിവസം രാവിലെ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവർ കൂറുമാറി വോട്ട് ചെയ്തു. മനുഷ്യരുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അനുഭവമാണ് എനിക്കുണ്ടായത്. അത്ര വളരെ മാന്യമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതാണ് കോൺഗ്രസ്. വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറി. ഈ കോൺഗ്രസിന് ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത്? എന്തിനാണ് അവർ വർഗീയ കലഹം ഉണ്ടാക്കാൻ പോയത്? ശൈലജ ടീച്ചറെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോയത്? അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് പ്രശ്നം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ രാഷ്ട്രീയം? BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റുക. എന്തിനു വേണ്ടി? BJP ഒരു വർഗീയ കക്ഷിയാണ്. BJP-യുടെ ലക്ഷ്യം RSS നിശ്ചയിക്കുന്നതാണ്. RSS ആണ് BJP-യുടെ നട്ടെല്ല്. 1925 രൂപം കൊണ്ട പ്രസ്ഥാനമാണ് RSS. 2025 അവരുടെ 100ാം വാർഷികമാണ്. 24-ലാണ് നമ്മൾ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ. 100ാം വാർഷികം വരുമ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടെയാണ് RSS മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഭൂരിപക്ഷം പാർലമെന്റിൽ അവർക്ക് ആഗ്രഹിക്കുന്നു. അത് നേടാനാണ് അവർ ശ്രമിക്കുന്നത്. 2014 അധികാരത്തിൽ വന്ന് 2019 വരെ ഭരിച്ച കാലത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അന്ന് മോദിക്ക് കഴിഞ്ഞില്ല. 2014 മുതൽ 19 വരെയുള്ള ഗവൺമെന്റും 19 മുതൽ 24 വരെയുള്ള ഗവൺമെന്റ് നമ്മുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കും. ഈ 5 വർഷക്കാലം കൊണ്ടുവന്നപോലുള്ള നിയമങ്ങളൊന്നും 2014 മുതൽ 19 വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം BJP-ക്ക്
അവരാഗ്രഹിക്കുന്ന അത്ര ബലം പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. BJP മുന്നണിക്ക് തന്നെ തുടക്കത്തിലുണ്ടായിരുന്നില്ല. പിന്നീടാണ് BJP മുന്നണിക്ക് ഭൂരിപക്ഷമായത്. ഇപ്പോഴും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല രാജ്യസഭയിൽ. ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ നോക്കൂ. ആ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിരുന്നില്ല. കേവല ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സാധാരണ നിലയിലുള്ള നിയമങ്ങളൊക്കെ ഏറ്റുപോയി. വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിയ ചില നടപടികളൊക്കെ ഉണ്ടായി എന്ന് ശരിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു വാഗ്ദാനം പോലും നിറവേറ്റിയില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ? 2014 പറഞ്ഞത് പെട്രോൾ 50 രൂപക്ക് നൽകും, ഡീസൽ 40 രൂപക്ക് നൽകും, ഓരോ വർഷവും 2 കോടി വീതം തൊഴിൽ സൃഷ്ടിക്കും, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ന്യായവില നിശ്ചയിക്കും. ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ നികുതി വെട്ടിപ്പിലൂടെ സമ്പാദിച്ച് വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടല്ല, നികുതി വെട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം നൽകും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, വളരെ മനോഹരമായ മുദ്രാവാക്യങ്ങളായിരുന്നു. പാവങ്ങൾക്ക് ഗതിയേകാൻ എന്ന പഴയ കോൺഗ്രസ് മുദ്രാവാക്യം പോലെ, ഗരീബി ഹടാവോ പോലെ, ബേക്കാരി ഹടാവോ പോലെ ബൂർഷ്വാ പാർട്ടികൾ ഏത് കാലത്തും മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ മിടുക്കന്മാരാണ്. അത് ജനങ്ങളിലെത്തിക്കാൻ അവരുടെ കയ്യിൽ ആവശ്യമായത്ര പണശക്തിയുണ്ട്. അതുപയോഗിച്ച് മാധ്യമങ്ങൾ വിലക്കെടുത്ത് എല്ലാ മനസ്സുകളെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്, ഇപ്പോഴും കഴിയുന്നുണ്ട്.